ഞാനെപ്പോഴും പറയാറുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്, ഓരോ മതത്തെയും ജീർണിപ്പിക്കുന്നതും ഇല്ലാതാക്കുന്നതും. ഒരുപക്ഷെ പഴയ കാലത്തൊക്കെ ചില വംശങ്ങളെ പൂർണ്ണമായും, അതൊക്കെ ആഫ്രിക്കയിലൊക്കെ റെഡ് ഇന്ത്യൻസ് പോലെയുള്ളവരെയൊക്കെ പൂർണ്ണമായും ഇല്ലാതാക്കി എന്നൊക്കെ പറയുന്ന ചില വംശങ്ങൾ ചില ഈ നരവംശാസ്ത്രത്തിൻ്റെ പുസ്തകങ്ങളിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് അന്തക്കാലത്താണ്. ഇന്തക്കാലം വേറൊരു കാലമാണ്. ഇന്തക്കാലത്ത് ഈ ഓരോ മതങ്ങളെയും അല്ലെങ്കിൽ ആ വിശ്വാസങ്ങളെയും ജീർണിപ്പിക്കുന്നതും അസ്വസ്ഥമാക്കുന്നതും ആ മതത്തിൻ്റെ പ്രമാണിമാർ എന്നവകാശപ്പെടുന്നവരും അല്ലെങ്കിൽ ആ മതവിശ്വാസികൾ എന്ന പേരിൽ ചിലർ നടത്തുന്ന ക്രിമിനൽ അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികളും ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുതാപരമായ സത്യം. ഒരു മതത്തെയും വേറൊരു മതത്തിന് ഇല്ലാതാക്കാൻ കഴിയില്ല. കാരണം അവിടെ ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. ഇപ്പം നമുക്കറിയാം, ഓരോ മതവിശ്വാസങ്ങളും ഓരോ റോഡുകളാണെങ്കിൽ ആ റോഡിലൂടെ അതിൻ്റെ ആ വഴിയിലൂടെ അതങ്ങനെ സഞ്ചരിച്ചു പോകുന്നു, ഈ റോഡിലൂടെ ഇത് സഞ്ചരിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ അവിടെ ഒരു ക്ലാഷ് ഇല്ല. അതുണ്ടാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരു മതത്തിനുള്ളിൽ ജീർണതയുണ്ടാകുമ്പോഴാണ്. അതുകൊണ്ടാണ് ഈ ഹിന്ദുമതത്തെയൊക്കെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ച് ബുദ്ധമതം കീഴടക്കിയ ആ ഒരു കാലത്തെ അതിജീവിക്കാൻ ശ്രീശങ്കരാചാര്യയെപ്പോലെയുള്ള ആളുകൾ കഠിന പരിശ്രമം നടത്തിയത് ഹിന്ദുമതത്തിനുള്ളിലാണ്, അല്ലാതെ വേറെ മതത്തിലേക്ക് പോയല്ല. ആ ജീർണതയെ സംബന്ധിച്ച് ഓരോ മതവും മതവിശ്വാസികളും ആ മതത്തെ നയിക്കുന്നവരും ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. ഞാനിത് പറയാൻ കാരണം, ഇപ്പോൾ നമ്മുടെ അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൻ്റെ വളരെ രസകരമായ വിചിത്രമായ ചില കഥകൾ പുറത്തു വരുന്നത് കണ്ടിട്ടാണ്. ആ തട്ടിപ്പിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാൾ ഒരു ഓട്ടോ ഡ്രൈവറാണ്. വെറും ഓട്ടോ ഡ്രൈവറല്ല, ആരെയും കൊതിപ്പിക്കുന്ന ഓട്ടോ ഡ്രൈവർ. ഓട്ടോ ഡ്രൈവർമാരുടെ സാധാരണ ജീവിതം നമുക്കറിയാം. ചെറിയ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളുമായൊക്കെ അങ്ങ് ജീവിച്ചു പോകുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ പേര് രാം ശങ്കർ യാദവ് എന്നാണ്. അതിനെ ടിന്നു യാദവ് എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുന്ന ഓമന പേര്. അത് പക്ഷേ ഒരു മലയാളം പ്രൊഫൈലിൽ ഞാൻ എഴുതി വായിച്ചപ്പോൾ ആ പ്രൊഫൈൽ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് തന്നത് തിന്നു യാദവ് എന്നാണ്. തിന്നു ചാപ്പിട്ടർ. അക്ഷരാർത്ഥത്തിൽ ഇത് രണ്ട് യോഗ്യമായ സംഗതിയായി. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇദ്ദേഹം ക്ഷേത്രത്തിൻ്റെ ഈ കാണിക്ക വഞ്ചി എണ്ണുന്ന ആളായിരുന്നു. ഈ എണ്ണിയിട്ട് അവിടെ കിട്ടുന്ന കാശ് 50 പെട്ടികളിലോ മറ്റോ ആണ് പുള്ളി സൂക്ഷിച്ചിരുന്നത്. ആ 50 പെട്ടികളിൽ സൂക്ഷിച്ചിരുന്ന കാശ് എല്ലാ ദിവസവും അത് കൃത്യമായി എണ്ണിയിട്ട് അതിൻ്റെ താക്കോലും പങ്കുകാരൻ്റെ കയ്യിലായിരുന്നു. അത് വെച്ച് പൂട്ടുന്ന മുറിയുടെ താക്കോലും പങ്കുകാരൻ്റെ കയ്യിലായിരുന്നു. ആ പങ്കുകാരൻ യഥാർത്ഥത്തിൽ ഒരു വലിയ മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ വലിയ മനുഷ്യനെന്ന് പറയുന്നത് എന്താന്ന്. എന്നിട്ടും പുള്ളി 50 കോടിയെ മോഷ്ടിച്ചുള്ളൂ. അതുകൊണ്ടാണ് പുള്ളിക്ക് അല്പം ഈശ്വരഭയമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വാരി മോഷ്ടിച്ചില്ല. 50 കോടി രൂപയാണ് ഈ കാലയളവിനിടയിൽ അദ്ദേഹം മോഷ്ടിച്ചത്. അപ്പം ചോദിക്കും, ഒരു ഓട്ടോ ഡ്രൈവറായ ഇദ്ദേഹമാണോ ഈ ക്ഷേത്രമൊക്കെ നടത്തുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് അതിൻ്റെ കഥ കുറച്ചുകൂടി വിചിത്രമാകുന്നത്. RSS വിശ്വ ഹിന്ദു പരിഷത്ത് എന്നിവയിലെയൊക്കെ ഒരു മുതിർന്ന നേതാവായ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയായ ഒരാളുണ്ട്, ചമ്പത് റോയ്. ഈ ചമ്പത് റോയിയുടെ ഒരു കുഞ്ഞാമൂട്ടിയായിരുന്നു ആര്? ഈ തിന്നു യാദവ്. ചമ്പത് റോയ് ഉത്തർപ്രദേശിലെ ബിജ്നോർ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കോളേജിലെ കെമിസ്ട്രി അധ്യാപകനായിരുന്നു. 1980കളിൽ ജോലിയൊക്കെ രാജിവെച്ച് അദ്ദേഹം ഒരു സ്വയം സേവകനായി മാറി പൂർണ്ണസമയം ആ പ്രവർത്തനത്തിലായി. 80കളിലെ ഈ രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായിരുന്നു. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മാപ്പും ബാക്കിയുള്ള സംഗതികളും ഒക്കെ അദ്ദേഹമാണ് ചെയ്തത്. 2020 ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ആദ്യ സെക്രട്ടറിയായി വരുന്നത് ഇദ്ദേഹമായിരുന്നു പിന്നെ അവിടെ ആളിനോൾ. 2024 രാമക്ഷേത്ര പൂജാ ചടങ്ങും അതുപോലെ മേൽനോട്ടവും എല്ലാം വഹിച്ചിരുന്നത് ചമ്പത് റായി ആയിരുന്നു. 26ലാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ കണ്ടുപിടുത്തത്തിലാണ് ഈ ഏതാണ്ട് 100 കോടിയോളം രൂപ അവിടെ നിന്ന് മോഷ്ടിച്ചതും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടായതും ക്രമക്കേടുകളൊക്കെ ഉണ്ടായതും. അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് ഇദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ
ഇദ്ദേഹത്തിലൂടെയാണ് അദ്ദേഹം അവിടെ എത്തിച്ചേർന്നത്. ഇതിപ്പോൾ വേറെ മതക്കാരും ഇല്ലല്ലോ, വേറെ ജാതിക്കാരും ഇല്ലല്ലോ. ഇപ്പോൾ വേറൊരു ഉദാഹരണം കൂടി, കറണ്ട് ഉദാഹരണം പറയാം. നേഴ്സസ് സമരവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ ഒരു സമരം നടക്കുന്നു. 2 മെഡിക്കൽ കോളേജുകളിലാണ് സമരം നടക്കുന്നത്. അവിടുത്തെ നേഴ്സുമാർക്കുള്ള വേതന വർധനവുമായി ബന്ധപ്പെട്ടാണ് സമരം നടക്കുന്നത്. അതിൽ അവർക്ക് ഈ മിനിമം വേജസ് ആക്ട് വന്നേ കൊടുക്കൂ എന്ന് വാശി പിടിച്ചിരിക്കുന്നവരും അത് കൊടുത്ത് അത് കൊണ്ടുപോയി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും അവരെല്ലാം ഒരേ മതത്തിൽപ്പെട്ടവരാണ്. എല്ലാം ഒരേ മതത്തിൽപ്പെട്ടവരാണ്, വേറെ ആർക്കും അല്ല കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാതെ അത് ഒത്തുതീർപ്പാക്കി അവർക്ക് എന്തെങ്കിലും കൊടുത്തു എന്ന് വിചാരിച്ച് ആ ട്രസ്റ്റിനെക്കുറിച്ചും ആ വിശ്വാസത്തെക്കുറിച്ചുമൊക്കെ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഗുണകരമായ സംഗതി ഉണ്ടല്ലോ, അതല്ലേ ഇവിടെ നഷ്ടപ്പെടുത്തുന്നത്. ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ കാര്യം കണ്ടപ്പോൾ ഓർത്തുപോയി. ഇദ്ദേഹത്തിൻ്റെ വീട് ഇടിച്ചു കളയുമെന്നൊക്കെയാണ് പറയുന്നത്. 50 കോടി രൂപ എടുത്ത ആളിൻ്റെ 1 കോടിയുടെ ഒരു വീട് ഇടിച്ചു കളഞ്ഞാൽ എന്തുവാ? പിന്നെ ആകെ ഇതിനകത്തൊരു വിഷമമുള്ളത് UP ഇലക്ഷൻ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ആകെ ഒരു സ്ഥിതി. അത് മാത്രമാണ് ഇവർക്കുള്ളൊരു പ്രയാസം. ഇല്ലെങ്കിലിത് എന്നേ അതിൻ്റെ വേറൊരു വഴിക്ക് അങ്ങ് പോയേനെ.